We can make triangles by stacking dots. നമുക്ക് ഈ ട്രയാങ്കിൾസിൽ എത്ര ഡോട്ടുകൾ ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഇവിടെ 1+2 ഡോട്ടുകൾ, മൊത്തം 3 ഡോട്ടുകളുണ്ട്. ഇവിടെ അതേ പിക്ചറിലേക്ക് ഇത് 1+2 ആണ്, എഗെയിൻ ആഡ് ചെയ്യണത് 3 ആണ്. അതായത് 1+2ലേക്ക് വീണ്ടും എന്ത് ആഡ് ചെയ്തു? 3 ആഡ് ചെയ്തു. നമുക്ക് മൊത്തം ഡോട്ട് 6 ആയി. ഇവിടെ 6ലേക്ക്, ആ 6 എന്നതിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നു? 4 ആഡ് ചെയ്യുന്നു. 6ലേക്ക് 4 ആഡ് ചെയ്യണം ഇവിടെ ചെയ്യുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറി? 10 ആയി മാറി. അപ്പോൾ അടുത്ത പിക്ചറിൽ 10 പ്ലസ് നെക്സ്റ്റ് ഇൻഡിജർ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ 10 പ്ലസ് 5 ദറ്റ് ഈസ് ഈക്വൽ ടു 15 ആയിരിക്കും. അടുത്തേക്ക് 15 കൂടെ നെക്സ്റ്റ് ഇൻഡിജർ ആഡ് ചെയ്യും. ദറ്റ് ഈസ് ഈക്വൽ 21. അങ്ങനെ നമുക്ക് ഡോട്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ സീക്വൻസ് ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്. Then square, regular pentagon, and so on of regular polygons from the following sequence. ആ following sequence ഉണ്ടാക്കാൻ പറയാം. അതായത് 3 സൈഡുള്ള ഒരു റെഗുലർ പോളിഗൺ, ദാറ്റ് ഈസ് ട്രയാങ്കിൾ. 3 സൈഡിലുള്ള റെഗുലർ പോളിഗൺ ട്രയാങ്കിൾ ആണ്. 4 സൈഡിലുള്ള റെഗുലർ പോളിഗൺ, ദാറ്റ് ഈസ് എ ക്വാഡ്രിലേറ്ററൽ വിത്ത് 4 sides are equal, ദാറ്റ് ഈസ് എ സ്ക്വയർ. And next 5 side, that is a regular pentagon എന്ന് പറയുന്നത് റെഗുലർ പെൻറ്റഗൺ ആണ്, എല്ലാ സൈഡ്സും. നെക്സ്റ്റ് 6 ആയിട്ടുള്ള അടുത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് സീക്വൻസ് പറയുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. വാട്ട് ഈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ? ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾ നമുക്കറിയാം, ദറ്റ് ഈസ് 180. Therefore this series start from 180. നെക്സ്റ്റ് 4 sides ഉള്ള 4 sides ആകുമ്പോൾ നമുക്കറിയാം ഇത് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഇന്നർ ആംഗിൾ നമ്മൾ 360 ആണ്. Therefore we can write here what 360. ഇനി 5 സൈഡ് ഉണ്ടാകുമ്പോൾ എന്താണ് ഇന്നർ ആംഗിൾ സം? 5 സൈഡ് നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റെഗുലർ പെൻറ്റഗൺ ആണ്, ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രയാങ്കിൾ ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 180, അഗെയിൻ 180, അഗെയിൻ 180, 3 ട്രയാങ്കിൾ ആണ്. Therefore 3 ഇൻറ്റു എന്ത് വരും? 180 വരും. ഇത് 180 ആണ്, ഇത് 2 ഇൻറ്റു 180 ആണ്. ഇത് റെഗുലർ അല്ലെങ്കിലും ഈ ക്വാഡ്രിലേറ്റർ ആണെങ്കിലും 2 ഇൻറ്റു 180 വരിക. അപ്പോൾ 180, 2 ഇൻറ്റു 180, 3 ഇൻറ്റു 180. 3 ഇൻറ്റു 180 വരുമ്പോൾ 540 വരും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 540 എഴുതാം. ദെൻ 6 ഒരു 180 കൂടി ആഡ് ചെയ്താൽ മതി. ഈ 540 കൂടെ നെക്സ്റ്റ് ഒരു സൈഡ് കൂടുമ്പോൾ ഒരു 180 ആഡ് ചെയ്താൽ കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നതിന് 12, ദറ്റ് ഈസ് 7, ദറ്റ് ഈസ് 720 കിട്ടും. Therefore this one is 720. 720 കൂടെ ഒരു 180 കൂടി ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു സൈഡ് ഇൻക്രീസ് ആകുമ്പോൾ കിട്ടും. ദറ്റ് ഈസ് 0 and 10 and that is 9, that is 900. That is equal to 900. ഇനി അടുത്തതിൽ 900 കൂടെ ഒരു 180 കൂടി ആഡ് ചെയ്താൽ മതി, നമുക്ക് അടുത്ത് കിട്ടും. ആൻഡ് സം ഓഫ് ഔട്ട് ട്രയാങ്കിൾ. സം ഓഫ് ഔട്ട് ട്രയാങ്കിളിനെ പറ്റി അറിയാം. ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ഔട്ട് ട്രയാങ്കിൾ ഇതാണ്. ഔട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ നീട്ടിയാൽ നീട്ടിയാൽ കിട്ടുന്നതിനാണ് ഔട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഈ ഒരു ഔട്ട് ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഔട്ട് ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഔട്ട് ട്രയാങ്കിൾ ഉണ്ട്. ഈ ഔട്ട് ട്രയാങ്കിളിന്റെ സമ്മ് 360 ആയിരിക്കും. ഔട്ട് ട്രയാങ്കിളിന്റെ സമ്മ് ഏത് പോളികളിലും 360. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് 90 ഡിഗ്രിയാണ്. ഇത് നീട്ടിക്കഴിഞ്ഞാലും ഇവിടെ 90 ഡിഗ്രി കിട്ടും. ഇത് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി കിട്ടും. ഇത് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി കിട്ടും. Therefore ഏത് പോളികളിലും ഔട്ട് ട്രയാങ്കിൾ എന്താണ്? 360 ആണ്. എല്ലാ പോളികളിലും ഇത് സ്ഥിരമായിട്ടുള്ള കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു സൈഡ് കൂടെ 180 കൂടുകയാണ്, ഇവിടെ ഒരു സൈഡ് കൂടുമ്പോഴും ഈ ഔട്ട് ട്രയാങ്കിൾ ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് ഇന്നർ ആംഗിൾ, 1 ഇന്നർ ആംഗിൾ. ഇവിടെ നോക്കൂ, ഇവിടെ 180 ആണ് ട്രയാങ്കിളിന്റെ സമ്മ്. 180 ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ 3 സൈഡ് ഉണ്ടാവും, 3 ഇന്നർ ആംഗിൾ ഉണ്ടാവും. ഡിവൈഡ് ചെയ്യുമ്പോൾ 60 കിട്ടും. അപ്പോൾ ഇത് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 60ലാണ്. നോക്കൂ, 4 360 ഹരിക്കണം 4. ഇത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ഇവിടെ ഇന്നർ ആംഗിൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി. ദറ്റ് ഈസ് 90. അടുത്ത 540/5, 540 ഡിവൈഡ് ബൈ 5, 1/5 ആൻഡ് 4 0, 40 8 5 or 40, ദറ്റ് ഈസ് 108. ഈ ദിസ് ആംഗിൾ ഈസ് വാട്ട് 108 കിട്ടും. ആൻഡ് നെക്സ്റ്റ് 720 ആണ്. 720 ബൈ എത്ര ഇന്നർ ആംഗിൾ ഉണ്ട്? 720/6 ആണ്. 720/6 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 6 are 7, 2 6 are 12 and 120. This is what 120 കിട്ടും. ആൻഡ് നെക്സ്റ്റ് 900 ആണ്. 900 ഏ സൈഡിന് 3 4 5 6 7 സൈഡ് ഉണ്ടാകുമ്പോൾ 900 വരും. അപ്പോൾ നമ്മൾ 900 എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
907 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദറ്റ് ഈസ് എ ഡെസിമൽ വാല്യൂ ആണ് കറക്റ്റായിട്ട് വരിക. ദറ്റ് ഈസ് ഈക്വൽ ടു ആ ഡെസിമൽ വാല്യൂ എന്നത് 128.57. 128.57 എഴുതാം. Therefore we can read here 128.57 എഴുതാം. ഇനി നമുക്ക് ആണ് ഔട്ട് ട്രയാങ്കിൾ ആകാണ്ട്. ഔട്ട് ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇന്നർ ആംഗിൾ നിന്ന് ഔട്ട് ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പം. കാരണം ഈ ഇന്നർ ആംഗിൾ ഔട്ട് ട്രയാങ്കിൾ നോക്ക് ഒരു റിലേഷൻ ഉണ്ടാവും എപ്പോഴും. ഇത് രണ്ടും ആഡ് ചെയ്ത ഇത് ലീനിയർ പെയർ ആണ്. ഇറ്റ് ഈസ് 180 ഡിഗ്രി ആയിട്ട് ഇന്നർ ആംഗിളും ഔട്ട് ട്രയാങ്കിളും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി. ഇവിടെ അല്ലേ ഇത് 180 ഡിഗ്രി ആയിട്ട് ഇന്നർ ആംഗിളും ഔട്ട് ട്രയാങ്കിളും. ഇവിടെ നമ്മൾ ഔട്ട് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഔട്ട് ട്രയാങ്കിൾ വരും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ലീനിയർ പെയർ. അപ്പോൾ നമുക്ക് ഇതും തന്നെ ഇന്നർ ആംഗിൾ എഴുതാം, ഔട്ട് ആംഗിൾ എഴുതാം. 60 120 സം ഈസ് 180. 90 90 സം ഈസ് 180. 108 72 സം ഈസ് 180. 120 60 സം ഈസ് 180. 128 ഇവിടെ പോയി. 128.57 ഇവിടെ പോയി. അപ്പോൾ 51.43 ആണ് ബാക്കി ഇവിടെ ഉണ്ടാവുക. ഇതൊരു ഡെസിമൽ ഫോം ആയിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് ഔട്ട് ട്രയാങ്കിൾ. അല്ലെങ്കിൽ ഔട്ട് ട്രയാങ്കിൾ ചെയ്യാൻ ചെയ്താൽ മതി, നമ്മൾ ഫുൾ ഔട്ട് ട്രയാങ്കിളിൽ നിന്ന് ഡിവൈഡ് ചെയ്താലും മതി. 360/3 120, 360/4 90, 360/5 72 അങ്ങനെ കിട്ടും. പക്ഷെ നമ്മൾ ഈ വാല്യൂ എഴുതിയ സ്ഥിതിക്ക് ഇതിന് രണ്ടിൻ്റെ സമ്മ് 180 എന്നുള്ള റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. Write the sequence of natural numbers which leave remainder 1 on division by 3 and the sequence of natural numbers which leave remainder 2 on division by 3. Write the sequence of natural numbers which leave remainder 1 division by 3. 1 division by 3 പറയുമ്പോൾ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത നമ്പർ 4 ആണ്. അടുത്ത നമ്പർ 7 ആണ്. അടുത്ത നമ്പർ 10 ആണ്. കാരണം 3 6 9 ഇതാണ് മൾട്ടിപ്പിൾ ഓഫ് 3 വരിക. അപ്പോൾ റിമൈൻഡർ 1 വരണമെങ്കിൽ തൊട്ടടുത്ത നമ്പേഴ്സ് വരണം. ഇത് നമ്മൾ 1 + 3 4 4 + 3 7 7 + 3 10. അടുത്ത എഴുതാൻ എളുപ്പമാണ് 13. അടുത്ത എഴുതാൻ എളുപ്പമാണ് 16. അടുത്ത എഴുതാൻ എളുപ്പമാണ് 19. ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 2 ആകുമ്പോൾ ഒരു ചേഞ്ച് വരും. എന്താണ് 2ൽ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കി. 3 ആഡ് ചെയ്യുക 5. ഇപ്പോൾ റിമൈൻഡർ 2 ആയി. 5 + 3 8 റിമൈൻഡർ 2 ആയി. 8 + 3 11 റിമൈൻഡർ 2 ആയി. 11 + 3 14 ഇപ്പോൾ റിമൈൻഡർ 3 ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡേറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദിസ് സീക്വൻസ് ഇൻ അതർ 2 ways. നമുക്ക് 1ൽ അവസാനിക്കണം, അല്ലെങ്കിൽ 6ൽ അവസാനിക്കണം. ഇങ്ങനത്തെ 2 നമ്പറുണ്ട്. 1ൽ അവസാനിക്കുന്നു, 6ൽ അവസാനിക്കുന്നു. 1ൽ അവസാനിക്കുന്നു, 6ൽ അവസാനിക്കുന്നു. 1ൽ അവസാനിക്കുന്നു, 6ൽ അവസാനിക്കുന്നു. വണ്ണിൽ അവസാനിക്കുന്നു, 6ൽ അവസാനിക്കുന്നു. വീണ്ടും 1ൽ അവസാനിക്കുന്നു, 6ൽ അവസാനിക്കുന്നു. വീണ്ടും 1ൽ അവസാനിക്കുന്നു, 6ൽ അവസാനിക്കുന്നു. വീണ്ടും 1ൽ അവസാനിക്കുന്നു. അങ്ങനെ പോകും. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ആഡ് 5 again. സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് 5 again 5 കൂട്ടിപ്പോകുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ റിമൈൻഡർ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഓൾ ടേംസ് ആർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. അപ്പോൾ നമുക്കിങ്ങനെ പറയാം ദ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5 എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത ഡിസ്ക്രിപ്ഷനായി. ഇനി അടുത്ത ഒരു ചിത്രത്തിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോന്നിലും എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ 1 2 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. ഈ പിക്ചർ ഇവിടെ വരുമ്പോഴേക്ക് 3 റെഡ് ട്രയാങ്കിളായി. സെയിം പിക്ചർ അല്ല, ഏരിയ ഡിഫറെൻ്റ് ഉണ്ടെങ്കിലും സെയിം കൗണ്ടാണ് ഇവിടെ വരുന്നത്. ഈ 3ൻ്റെ 3 സെറ്റാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്.
Therefore ഇവിടെ നമ്മൾ എണ്ണേണ്ട ആവശ്യമില്ല. Therefore this 3 into 3. ഇതേ പിക്ചർ നമ്പർ ഓഫ് കൗണ്ട് ഇവിടെ വരും. അതിൻ്റെ 3 റിപ്പീറ്റേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എണ്ണേണ്ട ആവശ്യമില്ല. 3 into 3 into 3. അടുത്തത് 3 into 3 into 3 into 3 ആണ് അടുത്ത വരിക. Therefore this സീരീസ് നമുക്ക് 3 square is 9, 3 into 3 9 into 3 is 27, 3 into 3 into 9 into 3 27 into 3 is 81, and next number is 243. അടുത്ത നമ്പർ എന്ത് വരും? 243 വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ടേക്കിംഗ് ദ ഏരിയ ഓഫ് വൂൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. നമ്മൾ ഇതിലെ മൊത്തം ഏരിയ 1 ആക്കി എടുക്കുകയാണെങ്കിൽ മൊത്തം ഏരിയ ഈസ് 1, ഇറ്റ് ഈസ് 1. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്നിൻ്റെ ഏരിയ എന്തായിരിക്കും എന്ന് വെച്ചു. അപ്പോൾ ഇതിൽ മൊത്തം ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം ട്രയാങ്കിൾ നോക്കുക ഏരിയ നോക്കുകയാണെങ്കിൽ 1 2 3 അല്ല 4ാമത് ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 1/3 അല്ല നമ്മൾ പറയേണ്ടത്. 1 ട്രയാങ്കിൾ ഏരിയ ഈസ് വാട്ട്? 1/4. അപ്പോൾ ഞാനിവിടെ ഏരിയ നോക്കുമ്പോൾ 1 ട്രയാങ്കിൾ ഏരിയ ഈസ് 1/4. അപ്പോൾ ഈ ഏരിയയാണ് 1/4. ഈ ഏരിയ 1/4 ആയി. അപ്പോൾ നമുക്ക് ഈ ഏരിയയാണ് ചോദിക്കണം അടുത്തത്. ഇതിൻ്റെ ഏരിയ എന്താവുന്നത്? 1/4ൻ്റെ 1/4 ആണ്. 1/4 പാർട്ട് ഓഫ് 1/4 എന്ന് എഴുതേണ്ടി വരും. വീണ്ടും നമ്മൾ ഇത് 1/4ൻ്റെ 1/4 ആയി. ഇതാണ് ഇപ്പം നമ്മൾ എഴുതിയ 1/4ൻ്റെ ഇതാണ് നമ്മൾ എഴുതിയ 1/4ൻ്റെ 1/4 ഈ ഏരിയ. അപ്പോൾ നമുക്ക് ഈ ഏരിയയാണ് ചെറുതായിട്ടുള്ള ഏരിയ ഉണ്ട്. അത് നമ്മൾ എഴുതുമ്പോൾ എന്തായിട്ട് മാറും? 1/4ൻ്റെ 1/4ൻ്റെ 1/4 ആവും. അപ്പോൾ അടുത്തത് സ്വാഭാവികമായിട്ടും 1/4ൻ്റെ 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 1/4 ആവും. അപ്പോൾ ദിസ് ഈസ് number is 1/4. This number is what? 1/60. This number is what? 1/64. And this number is what? 1/64. 1/64 കഴിഞ്ഞ അടുത്ത നമ്പർ എന്തായിട്ട് മാറും? 1/256 ആവും. And next number is 1/1024. അടുത്ത നമ്പർ എന്തായിട്ട് മാറും? 256 into 4. 10242. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ആൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ പിക്ചർ? ടോട്ടൽ ഏരിയ ഇതിലെ മൊത്തം റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ അറിയാം. അങ്ങനെ 3 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആണ്. 3 റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3 into 1/4 ദറ്റ് ഈസ് 3/4. ഇവിടെ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ 1/16 ആണ്. അങ്ങനത്തെ 9 ഉണ്ട്. 9/16. 9 into 1/16 ദറ്റ് ഈസ് 9/16. ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/64 ആണ്. അങ്ങനത്തെ 27 എണ്ണം ഉണ്ട്. 27/64. നെക്സ്റ്റ് നമ്പർ ഈസ് 81/256. നെക്സ്റ്റ് നമ്പർ ഈസ് 243/1024.